അച്ഛൻ കൽപ്പിച്ചതും രോഗിച്ചതും പാല് എന്ന് പറഞ്ഞ മട്ടിൽ പി വി അൻവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം വോട്ടൊന്നും കിട്ടാതെ ഇനി രാഷ്ട്രീയ പ്രസക്തി നഷ്ടമാവുകയാണോ എന്ന് നിന്ന സമയത്ത് ഉണ്ടാകുന്നു ഒരു അറസ്റ്റ്, ഒരു പാതിരാ, ആകെ ഒരു എന്താണ് ആകെ ഒരു ജഗപുക ഉണ്ടാവുന്നു. അതിനുശേഷം ആ സമരത്തിൽ അൻവറിനൊപ്പം UDF അടിയുറച്ച് നിൽക്കുകയായിരുന്നു. ജയിലിൽ നിന്നിറങ്ങി അൻവർ പറഞ്ഞതും അതുതന്നെയാണ്, UDFന്റെ ധാർമ്മിക പിന്തുണയ്ക്ക് നന്ദി, UDFനൊപ്പം നിൽക്കുമെന്നാണ്. അപ്പോൾ അൻവറിന്റെ UDF പ്രവേശം ഏതാണ്ട് ഓക്കെ ആയി എന്ന് കരുതാനായോ സമീർ? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. അൻവറിന്റെ UDF പ്രവേശനം ഏതാണ്ട് അടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഇന്നലെ പി വി അൻവറിന്റെ സംസാരമെല്ലാം തന്നെ ആ രീതിയിലായിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ ഉടനെ തന്നെ UDFന്റെ പിന്തുണക്ക് അദ്ദേഹം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഓരോ നേതാക്കളെയും മൊബൈൽ ഫോണിൽ വിളിച്ചുകൊണ്ട് പ്രത്യേകമായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി, VD സതീശൻ, K സുധാകരൻ, പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ മൊബൈൽ ഫോണിൽ വിളിച്ചുകൊണ്ട് അദ്ദേഹം പിന്തുണക്ക് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പി വി അൻവറുമായി UDFുമായി പ്രവേശനവുമായി ബന്ധപ്പെട്ട അനൌദ്യോഗിക ചർച്ചകൾ നടന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് കഴിഞ്ഞാൽ പി വി അൻവർ UDFിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം UDFിലേക്കോ അല്ലെങ്കിൽ ലീഗിലേക്കോ കോൺഗ്രസിലേക്കോ തന്നെ വരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഈ ചേലക്കര തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയും എല്ലാം തന്നെ കൂടി കണക്കിലെടുത്ത് അത് വലിയ കാര്യമായ ചർച്ചകളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു അറസ്റ്റും എല്ലാം തന്നെ അദ്ദേഹത്തിന് വലിയൊരു വീര്യം നൽകുകയും വലിയ രാഷ്ട്രീയമായുള്ള ഉയർച്ച നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഒരു UDFിലേക്ക് അദ്ദേഹം എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്നു മുതൽ ഈ UDF നേതാക്കളെ നേരിട്ട് കണ്ട് താൻ നന്ദി അറിയിക്കാനായി എത്തുമെന്നുള്ളതാണ് പി വി അൻവർ വ്യക്തമാക്കിയത്. ഈ നന്ദി അറിയിക്കാനുള്ള യാത്ര ഒരുപക്ഷെ നന്ദി അറിയിക്കാൻ മാത്രമായിരിക്കില്ല, മറിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ സ്വാഭാവികമായും ചർച്ചയാകും, UDF പ്രവേശനം സ്വാഭാവികമായും ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ സമസ്ത മുഖപത്രം സുപ്രഭാതവും ചന്ദ്രിക മുസ്ലിം ലീഗിൻ മുഖപത്രം ചന്ദ്രികയും എല്ലാം തന്നെ പി വി അൻവറിനെ അനുകൂലിച്ചും സർക്കാരിനെ എതിർത്തുകൊണ്ടും രൂക്ഷമായ ഒരു മുഖപ്രസംഗവും തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ സുപ്രഭാതത്തിൽ പറയുന്നത് മൃഗക്കലിയിൽ രാഷ്ട്രീയ കളി വേണ്ട എന്നുള്ള തലക്കെട്ടിലാണ് സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ വന്നിരിക്കുന്നതിൽ പറയുന്നത് പ്രധാനമായും ഈ ആനക്കലിയിൽ ഒരു ജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിൽ ഇത് ഉയർത്തിക്കാട്ടിയ ഒരു രാഷ്ട്രീയ കലി ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഒരു ജനാധിപത്യ അല്ലെങ്കിൽ ജനകീയ സമരത്തോട് ഒരിക്കലും തന്നെ സർക്കാരിന് അസഹിഷ്ണുത ഉണ്ടാകാൻ പാടില്ല. ഇതൊരിക്കലും തന്നെ ജനാധിപത്യ കേരളത്തിന് യോജിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് ഈ സുപ്രഭാതത്തിലെ ലേഖനത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ചന്ദ്രികയിലാണെങ്കിൽ പ്രതികാര രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ മോഡൽ എന്നുള്ള തലക്കെട്ടിലാണ് ചന്ദ്രികയിലും മുഖപ്രസംഗം എഴുതിയിരിക്കുന്നതിൽ പ്രധാനമായും ഈ പിണറായി വിജയന്റെ രാഷ്ട്രീയ പകപോക്കലാണ് പി വി അൻവറോട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചന്ദ്രികയിലെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും പി വി അൻവറിന്റെ UDF പ്രവേശനം ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് അൻവറിന് ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും അൻവറിനോട് UDFിലേക്ക് കടത്താതിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൻവർ UDFിൽ വരുന്നതിൽ ഒരു വിമുഖത ഉണ്ടെങ്കിൽ ആ വിമുഖത എന്തായാലും മാറ്റി, ആ വിമുഖത എന്തായാലും അൻവറിന്റെ ആ ജയിൽവാസം, അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. വിപിൻ സി വിജയനാണ് ചേരുന്ന ആ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിപിൻ, അപ്പോൾ വെരി ഗുഡ് മോർണിംഗ്. പി വി അൻവറിന് കുറച്ചുകൂടി നല്ല ഗുഡ് മോർണിംഗ് ആണ് ഇന്ന്. കാര്യം പി വി അൻവർ ഉന്നയിക്കുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയം എന്ന് പറഞ്ഞാൽ അത് വനം വന്യജീവി ബന്ധപ്പെട്ട വിഷയമാണ്. അത് കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന വിഷയമാണ്. ഒരുപാട് മനുഷ്യരെ കാട്ടാനകൾ നിരന്തരം ചവിട്ടിക്കൊല്ലുന്ന വിഷയമാണ്. അത് നമ്മുടെ അത് വലിയ രാഷ്ട്രീയ സമരങ്ങൾക്കിടയാക്കാത്തൊരു വിഷയമാണ്. എന്തുകൊണ്ടോ എന്നോ വലിയ സമരങ്ങൾ ഉണ്ടാവേണ്ടതാണ് ആ വിഷയത്തിൽ. ആ വിഷയം ഏറ്റെടുക്കുന്നതിലൂടെ അൻവറിനുണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ മൈലേജ് എന്താണ്? അൻവർ വീണ്ടും പ്രസക്തനാവുന്നത് എങ്ങനെയാണ്? വിപിൻ. അശ്മി, ഇടതുമുന്നണിയുമായി അകന്നതിന് ശേഷം തന്നെ ഈ നിലമ്പൂരിന്റെ അടക്കം മലയോര മേഖലയിലെ പ്രശ്നങ്ങളിൽ അത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പി വി അൻവറിന്റെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനവും ആ രീതിയിലായിരുന്നു പ്രചാരണവും എല്ലാം തന്നെ നടത്തിയിരുന്നത്. മലയോര മേഖലയിലെ ഭൂമിയുടെ പ്രശ്നങ്ങൾ, വന്യമൃഗശല്യം, ഇതൊക്കെ തന്നെയായിരുന്നു ഉയർത്തിക്കൊണ്ടുവന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹത്തെ കുറച്ചുകൂടി കൂടെ കൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം പി വി അൻവറിന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അറസ്റ്റിന് ശേഷം കത്തോലിക്ക സഭയൊക്കെ പി വി അൻവറിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നു. പി വി അൻവർ അത് കർഷകരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതൊക്കെ ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പൊക്കെ പറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത്രത്തോളം അനുകൂലമായി അത് പി വി അൻവറിനെ മാറുന്നു എന്നുള്ളത് കൂടിയാണ്. പിന്നെ ഈ മലയോര മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അതിപ്പോൾ നിലമ്പൂരിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും സംസ്ഥാനത്തിന്റെ എല്ലാ പ്രദേശത്തും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കാര്യഗൗരവത്തോടെ വീണ്ടും ഉയർന്നു വരും. ഇനിയിപ്പോൾ നിയമസഭ തുടങ്ങാൻ പോവുകയാണ്. അവിടെയും ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം കൃഷിമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് തന്നെ പി വി അൻവർ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇതൊരു പൊതു വിഷയമായി കൊണ്ടുവരുന്നു. അതിന്റെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് പി വി അൻവർ ഉയർന്നു
വരികയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ അറസ്റ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പായി പി വി അൻവറിന് മാറും എന്നുള്ളത് നിസ്സംശയം പറയാം. അതിനിടയിലാണ് UDF-ന്റെ ഒരു സപ്പോർട്ട് കൂടി കിട്ടുമ്പോൾ അത് ഈ വിഷയത്തിൽ ആണ് അറസ്റ്റ് എന്നുള്ളത് കൊണ്ട് പൊതുസമൂഹത്തിന്റെ ഒരു സ്വീകാര്യത ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്താനുള്ളൊരു ശ്രമമാണ് പി വി അൻവർ നടത്തുന്നത്. പക്ഷേ അത് എത്രത്തോളം രാഷ്ട്രീയമായി DMK എന്നുള്ള ഒരു കൂട്ടായ്മയ്ക്ക്, ഒരു പാർട്ടിക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. പി വി അൻവർ പോകുമ്പോൾ ഇപ്പോൾ ഈ ഒരു DMK എന്നുള്ള ഒരു പാർട്ടി പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഓർത്തുവെക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ മരിച്ച ആ കാട്ടാൻ ചവിട്ടിക്കുന്ന 3 പേരെയാണ്. 1 എൽദോ, 2 അമറിലാഹി, 3 മണി എന്ന് പറയുന്ന ഒരു പാമ്പ് പിടിച്ച മനുഷ്യൻ. നമ്മൾ നെഞ്ചിൽ കൈവച്ച് പറയണം, കേരളത്തിൽ അതിന് ആനുപാതികമായ ഒരു പ്രതിഷേധവും ഉയർന്നു വന്നിട്ടില്ല. ഒരു പ്രതിപക്ഷ പാർട്ടികളും അവർ പ്രതികരണം പറയുന്നതല്ലാതെ ഒരു രാഷ്ട്രീയ സമരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ തെരുവിൽ വലിയ സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടില്ല. അതുണ്ടാവാത്ത പശ്ചാത്തലത്തിൽ പി വി അൻവർ ആ വിഷയം ഏറ്റെടുക്കുമ്പോൾ ഏത് രീതിയിലാണ് പി വി അൻവറിനത് അത് രാഷ്ട്രീയമായി ഗുണകരമാവുക എന്നൊക്കെ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇവിടെ മലബാർ വാലി പറയുന്നുണ്ട്, വികസനം ഒരു വശത്ത് നടക്കുമ്പോൾ ഒരു മറുവശത്ത് നിശബ്ദരാക്കപ്പെടുന്ന ഒരു ന്യൂനപക്ഷത്തിന്റെ പ്രതിയാണ് ആ കക്കെടുക്കുന്ന തൊഴിലാളി. 100% ശരിയാണെന്ന് ഞാൻ പറയുന്നു. വേറെ പ്രേക്ഷകൻ അലി ആൽഫ പറയാണ്, ഈ തണുപ്പാൻ കാലത്ത് കാട്ടിലും കടലിലും ജലത്തിലും പണിയെടുക്കുന്നവർക്ക് നന്മയുണ്ടാകട്ടെ എന്നും പറയുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ നിൽക്കുന്നത് വിഴിഞ്ഞത്താണ്.